Alhamdulillah, wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Alhamdulillah ala kulli hal wa na'udhu billahi min hali ahli an-nar. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Maulana Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala sayyidina Muhammadin وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. صدق الله العلي العظيم وصدق بلغ رسول النبي الكريم. അള്ളാഹു നമ്മുടെ ഈ പറയുന്നതും കേൾക്കുന്നതും അവനടുക്കൽ കബൂലിയത്തുള്ളവരായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇവർ കേട്ടത് അതൊക്കെ നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുവഴി നമ്മുടെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. നാളെ മരിക്കുന്ന സമയം, സക്രാത്തിന്റെ സമയം, ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, മരണസമയം ഞങ്ങൾക്ക് നീ നന്നാക്കി തരണം റഹ്മാനെ. പരിപൂർണമായ രീതിയിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ സാധുക്കളായ നമ്മയും നാവുമായി ബന്ധപ്പെട്ട നമ്മുടെ അഹലുകാരെയും നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. നാം എവിടെ ചെല്ലാനും ആരെന്ത് പറയുകയും പലപ്പോഴും പറയുന്ന ഒരു വിഷയം തന്നെയാണെങ്കിലും അതൊന്നുകൂടി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാൻ എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം. ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന്റെ പ്രാധാന്യം, ഇൻഷാ അല്ലാഹ് എന്ത് വിഷയം പറയുകയും എന്ത് ചെയ്യുകയും നാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അത് പറയാതിരുന്നാലുള്ള പ്രശ്നം എന്താണ് എന്നതിലേക്ക് സൂചകമായിട്ടുള്ള ഒരു വിഷയം. ഇതിനെ സംബന്ധിച്ച് ഒരല്പം കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും മാതൃകപരമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പറയുകയുണ്ടായി, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ അവന്റെ ജീവിത സബര്യ എന്ന് പറയുന്നത്, ജീവിതചര്യ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവർക്കും ഒരു മാതൃക യോഗ്യമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, എല്ലാ വിഷയത്തിലും ഏത് വിഷയം പറയുകയും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ട്. ഹലാലിൽ ചെല്ലുമ്പോൾ അവിടെ അതിന്റെ ദിക്റിലും അള്ളാഹുവിനോട് കാവൽ തേടുന്നുണ്ട്. ഇങ്ങനെ സലാമത്തിന്റെ വിഷയത്തിലായാലും രക്ഷയുടെ വിഷയത്തിലായാലും അദാബിന്റെ കാവൽ തേടുന്ന വിഷയത്തിലായാലും എല്ലാ വിഷയത്തിലും ഒരു സംഗതി പറയുന്ന സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒരു സംഗതി ഒരാളോട് പറയുമ്പോൾ നാളെ കാണാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റന്നാൾ കാണാമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് മോളെ കല്യാണമാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. വീട്ടിൽ കൂടുതലായിക്കൊണ്ട് എന്ത് വിഷയം പറയുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ വശങ്ങളിലും അല്ലാഹുവിന്റെ നാമം വന്നു കയറും. അത് ഇസ്സത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു തആല ഖുർആനിൽ ഉദാഹരണം കണ്ടാൽ സലാം പറയാൻ, നമ്മൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സലാം കൊണ്ടാണ് മുഅ്മിനായ മനുഷ്യന് പറഞ്ഞത്. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളായ ആൾക്കാർ അല്ലാഹു തആല ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതുപോലെ വിശ്വാസികൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ എന്നീ പദക്കം മാറി സലാം പറയുന്ന ഒരു നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം എന്ന് പറയുന്ന സലാം പറയുന്ന ഒരു മാതൃകാപരമായ ഒരു ടേണിങ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വൈമാറുകയാണ്. കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണ്ട എന്നല്ല, മറിച്ച്
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമമായി പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അഫ്ശുസ്സലാമ ബൈനക്കും. പരസ്പരം സലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. പരസ്പരം സലാം കൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ സലാം പറയുന്നത് വ്യത്യസ്തമാണ്. സലാം പറഞ്ഞാൽ തന്നെ അതിനെ ഒരു ചെല്ലുന്നതിന് പോലും പറയുന്നയാൾക്കോ അല്ലെങ്കിൽ ചെല്ലുന്നയാൾക്കോ തിരിച്ച് സലാം മടങ്ങുന്നവരോ പല കോലത്തിലേക്കും അതിനെ കൊണ്ടുപോകണം. പണ്ട് സമാധാന സാഹിബത്തിനെ കുറിച്ച് പാടി നോക്കുന്നു. ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ദവാമ. ജനങ്ങള് ന്യൂ ഫാഷൻ സലാമിൽ അവർ ഫാഷനാക്കാൻ അസ്സലാമു അലൈക്കും എന്ന് ശരിക്കും അങ്ങോട്ട് വ്യക്തമാവില്ല. അസ്സലാമു അലൈക്കും വലിയ അപകടം. സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ മേൽ പറയുന്ന രീതിയായിരിക്കും. അത് മുഅ്മിനായ മനുഷ്യരോട് പറയുന്നതിനൊരു കോലമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഫാഷൻ സലാമ. അല്ലെങ്കിൽ മടക്കുന്ന സമയത്ത് മോഡലായിട്ടുണ്ടാവും ശരിക്കും വ്യക്തമാക്കില്ല. കുറച്ച് ആളുകൾ മാറിക്കഴിഞ്ഞാൽ കുറച്ച് കീശ വീഴ്ത്ത് പള്ള കൊടുത്ത് പണം വന്ന് സമ്പാദ്യം വന്ന് പ്രൗഢി വന്ന് പ്രതാപം വന്ന് ആളെ മട്ടും ഭാവം മാറി സലാമിന് വ്യത്യാസം വന്ന് പ്രവർത്തനത്തിന് വ്യത്യാസം വന്ന് സംസാര ശൈലിക്ക് മാറ്റം വന്നു. അതെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിംഗ് ദവാമ. ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റിംഗ് ദവാമ ദായിമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പതിപോലെ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. നമ്മുടെ ഇന്നത്തെ ജനറേഷനുള്ള മക്കളായാലും നമ്മളുടെ ഇടയിൽ പോലും സലാം പറഞ്ഞുകയില്ല. സ്കൂൾ തലത്തിലായാലും മറ്റുള്ള സ്ഥലത്തിലായാലും സലാം പറയുന്നത് ഒരു കുറവുകേടായി തോന്നുന്നവരുണ്ടാവും. അള്ളാഹു നമുക്കാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരു വലിയ അഭിവാദ്യമാണ് ഇസ്ലാമിന്റെ, അല്ലെ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിന്റെയൊക്കെ അകമ്പുണ്ട്. ഇതിന്റെയൊക്കെ ഒരു വലിയൊരു ഉള്ളിൽ കിടക്കുന്ന രഹസ്യം അല്ലാഹു തആല ഇസ്സത്ത് നൽകിയ പ്രതാപം നൽകിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു സവിശേഷണമാണ് അല്ലാഹുവിന്റെ പേര് പറയുക എന്ന് പറയുന്നത്. അതുകൊണ്ടല്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. വലില്ലാഹ് അല്ലാഹു തന്നെ ഖുർആനിൽ പറയാണ് വലില്ലാഹിൽ ഇസ്സത്തു. അല്ലാഹു പറയാണ് വലില്ലാഹിൽ ഇസ്സത്തു. അല്ലാഹുവിന്റെ ഇസ്സത്ത് വലിറസൂലിഹി, അല്ലാഹുവാണ് ഇസ്സത്ത് വലിറസൂലിഹി, റസൂലിനുമാണ്, വലിൽമുഅ്മിനീന മുഅ്മിനീകൾക്കുമാണ്, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷെ അതിനെക്കുറിച്ച് മുനാഫിഖീങ്ങൾ കപടന്മാർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പലതും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അതിങ്ങനെ വളരെ വിശദമായിട്ട് ഇനി ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാം. ജീവിതത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന പദം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയതിന്റെ പേരിൽ എത്ര പേര് വേദനിച്ചു എന്നത് ഖുർആനിലെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയതിൽ 40 ദിവസത്തോളം നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ പോയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാം, ചരിത്രം പറയാം. ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയതിൽ അതിലേക്ക് ഞാൻ വരാം. ഇസ്ലാമിക അതാ പറയാൻ കാരണം ജീവിതത്തിന്റെ എല്ലാ നിത്യേന നാം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പദമാണ് ഇൻഷാ അല്ലാഹ്. എന്ത് പറയുമ്പോഴും, കാണാമെന്ന് പറയുമ്പോഴും, വരാമെന്ന് പറയുമ്പോഴും, പോയിട്ട് വരാമെന്ന് പറയുമ്പോഴും, എല്ലാത്തിനും ജീവിതത്തിന്റെ തുടക്കത്തിൽ എല്ലാത്തിനും ഒരു വാക്ക് നിർബന്ധമാണ് ഇൻഷാ അല്ലാഹ്. ചില ആൾ ഇൻഷാ അല്ലാഹ് പറയും ബേജാറാണ്. ഇൻഷാ അല്ലാഹ് പറയില്ല, ഉറപ്പ് പറ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ പിന്നെ 6 മാസത്തെ ഗ്യാരണ്ടി ഒന്നുമില്ല. അതിന് അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പക്ഷെ ഞാൻ മരണപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഞാൻ വല്ല വിധേയനും എനിക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയാലോ, അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ വരും, അല്ലേ? മനസ്സിലാകുന്നില്ലേ? ഈ രീതിയിലാണ് പറയാ. ഏതായാലും ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ ഖുറൈശികൾ ജൂതന്മാരെ ബന്ധപ്പെട്ടു. ഞാൻ വിഷയം മുമ്പ് അസ്ഹാബുൽ കഹഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഈ വിഷയം പറയുന്നത് എന്നുകൂടി ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പൂർവ്വസൂരികളായ അമ്പിയാക്കന്മാരുടെയും
അസ്ഹാബുൽ കഹ്ഫിന്റെയും അതുപോലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അല്ലാഹു നമ്മളെ പലതും പഠിപ്പിക്കുകയാണ്. ആ അല്ലാഹു തആല പറയാണ്, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ മക്കാ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പല വഴികൾ ചോദിച്ചിട്ട് കൊടുക്കാനും പല വിഷയങ്ങളും നോക്കിയപ്പോൾ പരാജയപ്പെട്ടു പോയി. കാരണം അവർ അത്രത്തോളം വലിയ അറിവുള്ള ആൾക്കാരല്ല, ജ്ഞാനമുള്ളവരല്ല. ബന്ധപ്പെടാൻ കാരണം, ജൂതന്മാരെ ബന്ധപ്പെടാൻ കാരണം അവർ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാരാണ്. യഹൂദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാരാണ്, ഈസാ നബി അലൈഹി വസല്ലമിന്റെ ആൾക്കാരാണ്. പിന്നീട് അവരുടെ ഗ്രന്ഥങ്ങൾ മാറി, അവരുടെ വിശ്വാസങ്ങൾ മാറി, അവർ പിരിച്ചുപോയി എന്ന് മാത്രം. അപ്പൊ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ മുട്ടിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടാകും എന്നവർ വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി അവർ ജൂതന്മാരെ സമീപിച്ചപ്പോൾ ജൂതന്മാർ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം മുട്ടിക്കാൻ ചില ചോദ്യങ്ങൾ പറഞ്ഞു. ഈ ചോദ്യങ്ങൾ അവസാനം എന്തിലേക്ക് എത്തിപ്പെടും എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ഈ ഒരു ചരിത്രം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയേണ്ട വാക്കാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ യഹൂദികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുന്നത്, ആത്മാവ്. നിങ്ങൾ പറയുന്ന പ്രവാചകനും മക്കയിൽ അവതീർണമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ച്, അർവാഹിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. രണ്ടാമത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. മൂന്നാമത് ദുൽഖർനൈനി എന്ന് പറഞ്ഞാൽ, മുമ്പ് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അതൊക്കെ ഒരുപാട് വിശദമായി പറഞ്ഞതാണ്. ദുൽഖർനൈനിയെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം. നാലാമത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും നിങ്ങൾ ആ പ്രവാചകനോട് ചോദിക്കണം. ഈ നാലിനും ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ദിവ്യത്വമുള്ള ആൾ തന്നെയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹം മനസ്സിലാക്കാം. ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ പ്രവാചകനല്ല, ദിവ്യത്വമില്ലാത്തയാളാണ് എന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു. ഈ പറഞ്ഞത് പ്രകാരം അവർ പോയി ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കണം, ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഗൂഗിൾ റഫർ ചെയ്യാൻ ഒരു ഗൂഗിൾ സംവിധാനം പോലും ഇല്ലാത്ത ഉമ്മിയായ, ജ്ഞാനവും എഴുത്തും വായനയും അറിയാത്ത പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതകളെ മുട്ടിക്കാനാണ് ഇത്രയും വലിയ ഗഡുവുമായിട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരെഴുത്തും വായനയും പോലും അറിയാത്ത നിരക്ഷനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇവർ ഒന്നടങ്കം ചെല്ലുന്നത് ഒരു ഗൂഗിൾ റഫർ ചെയ്യും പോലും ഇല്ലാത്ത, ആധുനിക സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ അവർ ചെന്ന് ചോദിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ വഹയ്യ് ഇറങ്ങണം. ഈ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വഹയ്യ്, ആ വഹയ്യ് പ്രകാരമാണ് ഖുർആൻ അങ്ങനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇൻഹുവ ഇല്ലാ വഹയ്യു യൂഹാ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സ്വന്തമായ അഭിപ്രായമല്ല, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വഹയ്യ് പ്രകാരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല തവണ പറയുന്നത് കാണാം. അപ്പോ ശത്രുക്കൾ പോയി, മക്കക്കാഫിരികൾ പോയിട്ട് അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു ഉത്തരം കൊടുക്കുന്നു. ഇവിടെ വിഷയം അവരോട് ഞാൻ നിങ്ങൾക്ക് നാളെ മറുപടി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാഫിരികൾ ജൂതന്മാരും പറഞ്ഞ പ്രകാരം റൂഹിനെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈനെ കുറിച്ചും അതുപോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ മറുപടി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ചരിത്രം നോക്കിയാൽ കാണാം, വളരെ ശ്രദ്ധേയമാണ് ആ ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നാളെ അതിന് മറുപടി തരാം. പക്ഷെ അവിടെ എന്തൊരു കുഴപ്പം പറയുമ്പോൾ അത് പറയുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നാളെ തരാം എന്ന് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. മാത്രമല്ല വഹയ്യ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വഹയ്യ് പ്രതീക്ഷിച്ച് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. പിറ്റേന്നായപ്പോൾ അവർ വന്നു.
അതിനുശേഷം ഖുറൈശികൾ വന്ന് വീണ്ടും ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി നമ്മൾ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ? നബി തങ്ങൾ വീണ്ടും പറഞ്ഞു നാളെ വാ. പക്ഷേ ഈ നാളെ വാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് അവിടെ ഉച്ചരിക്കാൻ വിട്ടുപോയി. വഹീന് ദിവസങ്ങൾ പിന്നിട്ടു. അവർ പറഞ്ഞു, അവസാനം ഉത്തരം കിട്ടാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ പരീക്ഷിക്കുകയാണ്. ഉത്തരം കിട്ടാതെ വന്നപ്പോ കാലു മക്കക്കാഫിരികൾ വിളിച്ചു പറയാൻ തുടങ്ങി, കദബ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് കള്ളം പറഞ്ഞു. ദേ നോക്ക്, മക്കക്കാഫിരികൾ ജനങ്ങൾ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്ക്, അത് അല്ലാഹുവിന്റെ പ്രവാചകനല്ല, കദബ മുഹമ്മദ് കള്ളമാണ് പറഞ്ഞത്. നമ്മൾ ചോദിച്ചിട്ട് കാലം കുറയായി, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ വിഷയത്തിൽ അവർ ആഘോഷത്തിന്റെ നടുക്കളമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറയാൻ നിന്നപ്പോൾ അവർ നാട് മുഴുവനും ആഘോഷിച്ചു പോയി എന്ന് ചരിത്രം പറയുകയാണ്. അരബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വേദനിച്ചു പോയി. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വേദനിച്ചു പോയി. എത്രത്തോളം? മഹാനായ ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തങ്ങളും അതുപോലെ ഇക്രിമ, അബൂജഹലിന്റെ മകനാണ് ഇക്രിമ, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി. ഇക്രിമ തങ്ങൾ പറയുന്നു, അഭിപ്രായ പ്രകാരം 40 ദിവസത്തോളം ജിബ്രീലിനെയും പ്രതീക്ഷിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരുന്നു. 40 ദിവസത്തോളം, ചില കോലിൽ കാണാൻ 15 ദിവസത്തോളം. ഏതായാലും 40ാമത്തെ ദിവസമാണ് കയറി വരുന്നത് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 40ാമത്തെ ദിവസം റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ക്ലാസ് മനസ്സിലാകുന്നതിന് മുമ്പാണ് 40ാമത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. നമ്മൾ പരാതി പറയും. നമ്മൾ എപ്പോഴും കാണുന്ന വ്യക്തിയെ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ചോദിക്കുക, എന്ത് പറ്റി, എവിടെയാ പോയി, എത്ര ദിവസമായി കണ്ടിട്ട്? നമ്മൾ ചോദിക്കും. ഇതുപോലെ ചോദിച്ചു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ പോയി ജിബ്രീൽ, എത്ര ദിവസമായി കണ്ടിട്ട്, എന്തു പറ്റി ജിബ്രീൽ, എന്തേ മുഹമ്മദിന്റെ അടുക്കൽ വരാതിരുന്നത് ജിബ്രീലെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോട് ചോദിക്കുമ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എൻ്റെ ഉമ്മമാരെ ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന് ഒരൊറ്റ വാക്ക് വിട്ടുപോയതിന്റെ പേരിൽ, ഇൻഷാ അല്ലാഹ് എന്ന ഒരൊറ്റ വാക്ക് മറന്നുപോയതിന്റെ പേരിൽ അവിടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു സുന്ദരമായ മറുപടി സൂറത്ത് മറിയമിൽ 64ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അത് പറയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന മറുപടി, ആ മറുപടി വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി അല്ലാഹു തആല ഖുർആനിൽ പറയാം. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലെ എവിടെ പോയി ഇത്രയും ദിവസം എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന മറുപടിയാണ്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക, വമാ നതനസ്സലു, എനിക്ക് ഇറങ്ങി വരാൻ പറ്റൂല നബിയെ, ഇല്ലാ ബിഅംരി റബ്ബിക, റബ്ബിന്റെ അനുമതി ഇല്ലാതെ ജിബ്രീലിന് അങ്ങയുടെ അടുക്കൽ വരാൻ പറ്റുകയില്ല. ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക, പോരാ വരാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല പ്രവാചകരെ, നമുക്ക് മുന്നിലും പിന്നിലും അതിന്റെ ഇടയിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന്റെ തീരുമാനമല്ലയോ യാ റസൂലല്ലാഹ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എനിക്ക് വരാൻ പറ്റുകയുള്ളൂ. പോരാ വമാ കാന റബ്ബുക നസിയാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, വമാ കാന റബ്ബുക നസിയാ, താങ്കളുടെ രക്ഷിതാവൊന്നും മറന്നിട്ടില്ല നബിയേ. താങ്കളോട് ജൂതന്മാർ അഭിപ്രായ പ്രകാരം മക്കാ മുശ്രിക്കീങ്ങൾ വന്ന് ചോദിച്ച ചോദ്യത്തിന്റെ കാര്യങ്ങൾ ജഗന്നിയന്താവായ അല്ലാഹു മറന്നിട്ടില്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം അവരോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് പിന്നീട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത മറുപടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
അവർ ചോദിച്ചതിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. മക്കാ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി നബി തങ്ങൾക്ക് പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തത് റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള മറുപടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തു. സൂറത്തുൽ ഇസ്രാ 85-ാമത്തെ ആയത്തിൽ കാണാം. വയസ്അലൂനക അനിർ-റൂഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ റൂഹിനെ കുറിച്ചല്ലേ താങ്കളോട് ചോദിച്ചത്? ഖുൽ നബിയെ താങ്കൾ പറയുക, അർ-റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ പ്രവാചകരെ അവരോടങ്ങ് പറഞ്ഞു കൊടുക്കണം, അർ-റൂഹു മിൻ അംരി റബ്ബി, റൂഹിന്റെ ആത്മാവിന്റെ കാര്യം എന്ന റബ്ബിന്റെ അടുക്കലാണ്. ആത്മാവിന്റെ കാര്യം, റൂഹിന്റെ അർവാഹിന്റെ കാര്യം റബ്ബിന്റെ അടുക്കലാണ്, എന്റെ നാഥന്റെ അടുക്കലാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, എനിക്കതിൽ കുറഞ്ഞ അറിവ് മാത്രമേ അല്ലാഹു നൽകിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എന്റെ റബ്ബിന്റെ അടുക്കലാണെന്ന് അവരോട് മറുപടി പറയണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി കൊടുത്തു. രണ്ടാമതും ചോദിച്ചെന്താ? റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തു. രണ്ടാമത്തേത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്. ആ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചതിന്റെ മറുപടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. 320 കൊല്ലത്തോളം അല്ലെ, 309 കൊല്ലത്തോളം അവർ കടന്നുറങ്ങി. അവർ 6 ചെറുപ്പക്കാരാണ്, അവ ഇന്ന് നാട്ടുകാരാണ്, ഇന്ന് രാജാവിന്റെ പ്രശ്നം കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും അതിനുള്ള മറുപടിയും അല്ലാഹു തആല ഖുർആനിൽ കൊടുത്തു. മൂന്നാമത് ചോദിച്ചത് ദുൽഖർനൈനെ കുറിച്ച്. ആ ദുൽഖർനൈൻ ആരാണ്, എന്താണ്? വയസ്അലൂനക അൻ ദുൽഖർനൈനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. വളരെ സുന്ദരമായിട്ട് അതിനുള്ള മറുപടിയും അല്ലാഹു നൽകി എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചത് പ്രകാരം ഞാൻ ഈ പറയുന്നതൊക്കെ മറുപടി പറയുക, ഉത്തരം ചോദിക്കുക എന്നതിനപ്പുറം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നതിലേക്ക് സൂചിപ്പിക്കാൻ ഒരു ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് വിട്ടുപോയതിന്റെ പേരിലാണ് ഇത്രയും അല്ലാഹു തആല പരീക്ഷിച്ചത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. മുത്തറസൂലിനെ സ്നേഹിക്കാൻ അല്ലാഹു നമ്മുടെ ഖൽബിനെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. അപ്പോൾ നാലാമതൊരു വിഷയം ചോദിച്ചിട്ടുണ്ട്. ആ നാലാമത്തെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് വല്ലാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എടുത്തടിക്കൊക്കെ പറയാൻ പാടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല ഒരു ആയത്ത് പറയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക അദാ. സൂറത്തുൽ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയം പറയുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ ഒന്നുകൂടി നമ്മൾ പരിചയപ്പെടുത്തുക, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക അദാ. അല്ലാഹു പറയാണ്, നാളെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്, നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തീർത്ത് പറയാൻ പാടില്ല. അല്ലാഹു തആല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല വീണ്ടും ഖുർആനിലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാണ്, വലാ തഖൂലന്ന. അല്ലാഹു ഖുർആനിൽ പറയാം വലാ തഖൂലന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അതിനെ ഇങ്ങനെ തിരുത്തി കൊണ്ടുവരാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല, ആ കൽപ്പന ലോകത്ത് വരാൻ പോകുന്ന ഇനിയുള്ള മാനവരാശി മൊത്തത്തിലാണ് അല്ലാഹു തആല പറയുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക അദാ. നാളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തീർത്ത് പറയാൻ പാടില്ല. വലാ തഖൂലന്ന, നിങ്ങൾ തീർത്ത് പറയാൻ പാടില്ല. ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക അദാ. നാളെ എന്ത് ചെയ്യുമെന്ന് തീർത്ത് നിങ്ങൾ പറയാൻ പാടില്ല. നാളെ ഞാൻ എന്താണ് അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, കൂടുതൽ ഇൻഷാ അല്ലാഹ് പറയാതെ അങ്ങനെ തീർത്ത് നിങ്ങൾ പറയരുതേ എന്ന് അല്ലാഹു ഖുർആനിൽ വിശ്വാസികൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും ഉത്ബോധിപ്പിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല ഈ നിർദ്ദേശം, ലോകത്തുള്ള എല്ലാ മാനവരാശികൾക്കും അല്ലാഹു തആല എങ്ങനെ പറയണം എന്നിട്ട് അല്ലാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തീർത്ത് പറയണമെന്ന് പറയാൻ കാരണം അതിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്.
ഇൻഷാ അല്ലാഹ് എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു തആല തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇല്ലാ ഇൻഷാ അല്ലാഹ് എന്ത് പറയണം? നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക അദാ, നാളെ ഞാൻ എന്ത് തന്നെ ആയാലും നാളെ ഞാൻ തീർച്ചയായും അതങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹ് വീണ്ടും പറയാണ്, പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? അലാ ഇല്ലാ ഇൻഷാ അല്ലാഹ്, ഇല്ലാ ഇൻഷാ അല്ലാഹ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം എന്നതിനപ്പുറം റസൂലുള്ളാഹിയുടെ നിർദ്ദേശം മാത്രമല്ല, ഇത് അവസാനം വരെ വരാൻ പോകുന്ന എല്ലാ മനുഷ്യരോടുള്ള കൽപ്പനയാണ്. ഇല്ലാ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ലാതെ എന്റെ ഒരു കാര്യവും നടക്കൂല എന്ന് പറയണം. അപ്പൊ എന്ത് പറയുകയും ഇൻഷാ അല്ലാഹ് എന്ന് പറയാനാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രവാചകരുടെ നിർദ്ദേശം മാത്രമാണ് ലോകത്തുള്ള മാനവരാശിയെ മൊത്തം അല്ലാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ അല്ലാഹ് മാനവരാശിയോട് മൊത്തം പറയുന്ന വാക്കാണ് ഇല്ലാ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ നടക്കൂല. അപ്പൊ എന്ത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. അതുകൊണ്ടാണ് അതുപോലെ ഈ വിഷയം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വീണ്ടും ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു ഖുർആനിൽ ഉത്ബോധിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഈ മനുഷ്യനെ പല രൂപത്തിലും പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ചരിത്രം കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തെ മാനവരാശിയെ മൊത്തം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രവാചകന്റെ പേരാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ ഇതുപോലെ രസകരമായ ഒരു സംഭവമുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ, ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ പേര് അവർ രക്ഷപ്പെട്ടു പോയ ചരിത്രം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ രണ്ടുപേരെ കൊന്ന നബി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിൽ രണ്ടുപേരെ കൊല്ലപ്പെട്ടു. ഈ രണ്ടുപേരെ കൊല്ലപ്പെട്ടപ്പോ രണ്ടുപേര് പരസ്പരം ഇതാക്കി അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു പോയി. ആ കൊല്ലപ്പെട്ടയാള് ആരാണ് അയാളെ കൊന്നത് എന്നറിയാൻ ഒരുപാട് ആളെ കിട്ടാൻ വേണ്ടി അവർ ഇങ്ങനെ വല്ലാതെ അതിന്റെ പരിഹാരം തേടിക്കൊണ്ട് നടക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് അവർ വരിക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നമുക്ക് ഈ ആളെ കിട്ടണം. ആള് കിട്ടണമെന്ന് പറഞ്ഞപ്പോ ഈ ഒരു സംഭവം സൂറത്തുൽ ബഖറയിൽ 72 73 ആയത്തിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇവർ വന്നിട്ട് വന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഈ ഒരു സംഭവത്തെ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നത് കാണാം. ഈ ഒരു സംഭവം ഖുർആനിലൂടെ പറയാൻ കാരണം സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നതിനൊരു കാരണമുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. ലോകത്ത് ഒരു ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന്റെ അല്ലാഹ് ഉദ്ദേശിക്കുകയാണ് എന്ത് കാര്യവും എന്റെ റബ്ബ് ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല എന്ന് പറയുന്നതിനേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത് എന്നതിലേക്ക് അല്ലാഹു തആല എത്തിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, അവർ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ ആളെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞപ്പോ അതിനെ കുറിച്ച് പറഞ്ഞു കാണാം. വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. അവർ പരസ്പരം ഒരു ശരീരം കൊല്ലപ്പെട്ടപ്പോ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. അത് ചെയ്ത ആളാരാണെന്ന് മറച്ചു പിടിച്ച ആ ഒരു സംവിധാനത്തിൽ ആ ആളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ പരാതി പറയുന്ന സമയത്ത് അല്ലാഹ് പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹു തആല പറയാണ് ഖുർആനിലൂടെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് നിങ്ങൾ പറയണം, فقلنا اضربوا ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. فقلنا നമ്മൾ പറഞ്ഞു اضربوا നിങ്ങൾ അടിക്കുക ببعضها. അല്ലാഹു പറയാണ് പശുവിനെ നിങ്ങൾ അറക്കുക. ഒരു പശുവിനെ നിങ്ങൾ അറക്കും. ഒരു പശുവിനെ അറക്കും എന്ന് പറഞ്ഞു. ഇന്ന പശു, ഏത് പശു, വെള്ളപ്പശു, കറുത്ത പശു എന്ന് പറഞ്ഞു. ഈ ചോദ്യങ്ങൾ അധികരിച്ചാൽ അത് നാശത്തിലേക്ക് എത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയം അതിലേക്ക് തട്ടിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊരു പശുവിനകത്ത് ആ പശുവിന്റെ മാംസത്തിൽ നിന്ന് ആ മൃതദേഹത്തിന് ഒരു ഭാഗം എടുത്തിട്ട് ആ പശുവിന്റെ
മൃതശരീരത്തിൽ ഒരു ഭാഗം എടുത്തുകൊണ്ട് ആ മയ്യത്തിനെ നിങ്ങൾ അടിക്കുക. എന്നാൽ അടിച്ച ഉടനെ അടിച്ചയാൾ ജീവിതത്തിലേക്ക് അടി കിട്ടിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും എന്നിട്ടോ അത് തന്റെ കൊലയാളിയുടെ പേര് വിളിച്ചു പറയുകയും അതിനുശേഷം വീണ്ടും അത് മരണപ്പെടുകയും ചെയ്തു. പറയാണ്, ഞാൻ പറഞ്ഞ പ്രകാരം അവരോട് നമ്മൾ പറഞ്ഞത് പശുവിനെ കിട്ടാൻ കുറെ വൈകിട്ടാണ് കിട്ടുന്നത്. അതിന് മുമ്പുള്ള സംഭവമാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അള്ളാഹ് പറയാൻ അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പരാതി പറഞ്ഞപ്പോ അള്ളാഹു തആല പറഞ്ഞു, ഒരു പശുവിനെ അറുത്തുകൊണ്ട് അതിന്റെ ദേഹത്തിൽ നിന്നും ഒരു മാംസ കഷ്ണം എടുത്തുകൊണ്ട് ആ മരിച്ച മയ്യത്തിന്റെ മേൽ അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തെ എഴുന്നേൽക്കുകയും തന്നെ കൊന്നവന്റെ കൊലയാളിയുടെ പേര് വിളിച്ചു പറയുകയും പോരാ വീണ്ടും അയാൾ മരിക്കുകയും ചെയ്തു. ഇതെന്താ? ഇതാരെ മുഅ്ജിസത്താണ്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അമാനുഷികമായ കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിലാണ്, ചില ഘട്ടങ്ങളിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇവിടെ നേരെ തിരിച്ച് ഒരു സംഭവം നടക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ പറഞ്ഞ ആ പശു ഉണ്ടല്ലോ, ആ പശുവിനെ കുറിച്ചാണ് പിന്നെ അവർ വസ്തു ചോദിക്കുന്നത്. അവരോട് പറഞ്ഞ പശുവിനെ അറുക്കാനാണ് പറഞ്ഞത്. പിന്നെ അവർ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിക്കാൻ തുടങ്ങി. ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ ഖൗമിഹി തന്റെ സമുദായത്തോട്, തന്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ യദ്ബഹു അൻ യഅമുറുകും, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറക്കാനാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത്. മുസൽമാനോട് പറയാണ്, അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കാനാണ് കൽപ്പിച്ചത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പശുവിനെ അവർക്ക് അറുത്താൽ മതി. പക്ഷെ അവർ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അവിടെ അവർ ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും മുസൽമാനോട് ഉന്നയിച്ചു. ഖുർആനിൽ കാണാം, അല്ലാഹു തആല പശുവിനെ അറുക്കാൻ പറഞ്ഞു, പശുവിനെ അറുക്കാൻ മതി. പക്ഷെ അവർ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു. അത് ഖുർആൻ പറയുന്നുണ്ട്. അവർ ചോദിച്ചു, അങ്ങയുടെ റബ്ബ് നമ്മളോട് അറുക്കാൻ പറഞ്ഞ പശു ഏതാണെന്ന് വ്യക്തമാക്കി തരുമോ? അല്ലാഹു ഞങ്ങളോട് അറുക്കാൻ പറഞ്ഞ പശുവിന്റെ ആ പശു ഏതാണെന്ന് വ്യക്തമാക്കി തരുമോ? قال إنه يقول إنها بقرة لا فارغ ولا بكر عوان بين ذلك فافعلوا ما تؤمرون. ചോദ്യങ്ങൾ വേണ്ടാതെ അധികരിച്ചു. അത് ചോദിച്ചപ്പോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചൊരു ചോദ്യം റബ്ബിനോട് തന്നെ പറഞ്ഞു. قال إنه يقول إنها بقرة لا فارغ ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അല്ലാഹു മറുപടി കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, വലിയ പ്രായമില്ലാത്ത എന്നാൽ നന്ന പ്രായം കുറയാത്ത കുറഞ്ഞതുമല്ലാത്ത ഇടത്തരത്തിലുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്. എന്ന് പിന്നെ അവിടെ തീർക്കണ്ടേ? അവിടെ തീർത്തിട്ടില്ല. അല്ലാഹു പറയാണ്, നന്ന പ്രായമുള്ള വേണ്ട, നന്ന പ്രായം കുറഞ്ഞതും വേണ്ട, ഇത് രണ്ടിന്റെയും ഇടയിൽ ഇടത്തരത്തിലുള്ളതായ ഒരു പശുവിനെയാണ് വേണ്ടത്. അല്ലാഹു തആല അവർ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് കൊടുക്കുകയാണ്. അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഈ ചരിത്രം പറയുന്നത് എന്തിനാ? സംശയങ്ങളിലൂടെ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവസാനം അവർ പറഞ്ഞു ഗത്യന്തരമില്ലാതെ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ആ പശുവിനെ കണ്ടെത്തിക്കും. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ പശുവിനെ കണ്ടെത്തിക്കുമെന്ന് അവസാനം അവർ പറയുന്നുണ്ട്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഒരു ഇൻഷാ അല്ലാഹ്. എന്തിനും അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതിന്റെ ഫലം എന്താണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. അപ്പോ അങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, അധികം പ്രായമില്ലാത്ത
നന്ന പ്രായം കൂടുതലുള്ളൊന്നുമല്ലാത്ത ഇടത്തരമുള്ളൊരു പശുവിനെയാണ് വേണ്ടത്. അപ്പൊ തിരിച്ച് വീണ്ടും നിങ്ങൾ ചോദ്യം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കോപം വിട്ട് ചോദിച്ചു. കാലൂ അവർ ചോദിച്ചു വേണ്ടാത്ത ചോദ്യങ്ങൾ അധികരിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. അവർ ചോദിച്ചു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കാലൂ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, ഓ മൂസേ അങ്ങയുടെ റബ്ബിനോട് ചോദിക്കണം മാ ലൗനുഹാ, അതിന്റെ നിറമെന്താണ്, ആ പശുവിന്റെ നിറമെന്തായിരിക്കണമെന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് ചോദിക്കുമ്പോ അതിന്റെ നിറം എന്തായിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അല്ലാഹുവോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. അല്ലാഹു തആല ചോദിച്ചതിന് മറുപടി കൊടുത്തു. നല്ല മറുപടിയാണ് കൊടുത്തത്, പ്രയാസമുള്ള മറുപടി. പെട്ടെന്നൊന്നും കിട്ടാത്ത നിറത്തിലേക്കാണ് അല്ലാഹു കൊണ്ടെത്തിച്ചത്. യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാഉ ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. കണ്ണെടുക്കാൻ തോന്നാത്ത രൂപത്തിൽ നല്ല മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്. പ്രയാസമായിരിക്കും. വെള്ളപ്പശു അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലാ കൊടുത്തു. യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാഉ ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. നോക്കുമ്പോൾ കൺകുളിർമയുള്ളതായ നല്ല മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്. പിന്നീടാണ് അപ്പൊ അവരിങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പശുവിനെ എവിടെ കിട്ടാനാണ്? ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നടക്കാണ്. ഈ മഞ്ഞ നിറത്തിലുള്ള പശുവിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ എന്നിങ്ങനെ പറഞ്ഞ അവരിങ്ങനെ നടക്കാണ്. 4 ഭാഗത്തേക്ക് നടക്കാണ്. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവർ അറിയാതെ ഇനിയാണ് വിഷയത്തിലേക്ക് വരുന്നത്. പിന്നീടാണ് വിഷയത്തിലേക്ക് വരുന്നത്. അവരുടെ ചോദ്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. അവർ പറഞ്ഞ് അവസാനം ഒരു വാക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എല്ലാം കഴിഞ്ഞ് അവസാനം അവർ വാക്ക് ചിരിച്ചു. ആ വാക്കാണ് ഒരു ഹൈലൈറ്റ്. അല്ലാഹു തആല ഖുർആനിൽ ലോക ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വാക്ക്, ഒരു തത്വം, ഏറ്റവും വലിയൊരു ഗുണപാഠം ആ വാക്കിലാണ് അവർ പറഞ്ഞു വെച്ചത്. അവർ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഖാലു അവർ പറഞ്ഞു ഇതുലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഇൻഷാ അല്ലാഹ്. ഖാലു അവർ പറഞ്ഞു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതുലനാ റബ്ബക യുബയ്യിൻ ലനാ, അങ്ങയുടെ റബ്ബ് നമ്മളോട് വ്യക്തമാക്കിയ പശുവിനെ അറുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ പശു ഇന്നൽ ബഖറ തശാബ അലൈനാ, തീർച്ചയായും അത് നമ്മൾക്ക് മേൽ വെളിവാകും. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾ കണ്ടെത്തിയേക്കാമെന്ന് അതാ ആ ഒരു വാക്കോട് ഉപയോഗിച്ചു. എല്ലാ സംശയങ്ങളും പറഞ്ഞ് അല്ലാഹു അവസാനം ഇഷ്ടം തോന്നിയത് ഈ ഒരൊറ്റ വാക്കിന്റെ മേലാണ്. ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയെങ്കിൽ അല്ലാഹു വീണ്ടും പരീക്ഷിച്ചേനെ. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ പറഞ്ഞ് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഖാലു ദുലനാ റബ്ബക യുബയ്യിൻ ലനാ. അവർ പറഞ്ഞു ദുലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. ഓ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നൽ ബഖറ തശാബ അലൈനാ, ഞങ്ങൾക്ക് മേൽ വെളിവാക്കപ്പെടേണ്ട പശുവുണ്ടല്ലോ, ആ പശു ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടെത്തിയേക്കുമെന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ജനസന്തതി പറഞ്ഞപ്പോ അല്ലാഹു തആല പിടിച്ചത് അവിടെ ആ വാക്കിന്റെ മേലെയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞ വാക്കിന്റെ മേലാണ് അല്ലാഹു നേരെ പോയി പിടിച്ചത്. അല്ലാഹു നേരെ നോക്കിയത് ആ വാക്കിലേക്കാണ്. എന്നിട്ട് പറയുന്നു മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, അവർ പറയാണ് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വാക്ക് അവർ ഉപയോഗിച്ചപ്പോ ഈ ആയത്തിലെ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. മഹാന്മാരായ തഫ്സീർ പറയുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളായ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. അവർ ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചതിന്റെ കാരണത്താൽ മാത്രം അവസാനം അവർ ഒരു ഗ്രാമപ്രദേശത്തേക്ക് മെല്ലെ നടന്നു നീങ്ങുകയാണ്.
കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആൾക്കാർ ഒരു ചെറിയ ഗ്രാമത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ കൈവശമാണ് ഈ പശുവിനെ കാണാൻ ഇടവന്നത്. ഒരു ചെറിയ മോന്റെ കയ്യിലാണ് ഈ മഞ്ഞ നിറത്തിലുള്ള പശുവിനെ കാണാൻ ഇടവരുന്നത്. നോക്കു സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൊണ്ടുവച്ചത് കുഞ്ഞു മോന്റെ കയ്യിലാണ്. അതൊരു നിമിത്തമാണ്, അതൊരു സബബാണ്. പിന്നെ അള്ളാഹു വല്ലാത്ത പ്രതാപശാലിയാണ്, വല്ലാത്ത കൈവുള്ളവനാണ്. പല രൂപത്തിലേക്കും അള്ളാഹു സംവിധാനങ്ങൾ മാറ്റിമറിക്കപ്പെടുമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. ഒന്നുമില്ലാത്തവന്റെ കയ്യിലേക്കെല്ലാം കൊടുത്തുവിടുന്നവൻ അള്ളാഹുവാണെന്ന് മഹാനായ റസൂലുള്ളാഹി. അന്ന് എല്ലാം ഉണ്ട് എന്ന് പറയുന്ന അഹങ്കരിക്കുന്നവന്റെ മേൽ ഒന്നുമില്ലാതാക്കുന്നത് ഇതേ റബ്ബ് തന്നെയാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അപ്പൊ അല്ലാഹു തആല മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, അവസാനം ഈ പശുവിനെയും തേടിക്കൊണ്ട് ഇൻഷാ അല്ലാഹു ലമുഹ്തദൂന, വാക്കാണ് റബ്ബിനെ ഏറ്റവും പ്രിയമുള്ളത്. ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരെ ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എത്രയോ സെലിബ്രിറ്റികൾ, ഞാനിങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നടന്മാരെന്ന് പറയുന്ന മനുഷ്യന്മാര് പോലും ചില സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. എന്തേ കാരണം? അവർ ഉള്ളിലെങ്കിലും ഉണ്ടാകും റബ്ബിനോടുള്ള വിശ്വാസം. അല്ലാഹു നമ്മളെയും അവരെയും ഹിദായത്തിലാക്കി തെരുമാറാവട്ടെ. അപ്പൊ അല്ലാഹ് പറയാണ്, അവരിങ്ങനെ പശുവിനെ തേടി ഇങ്ങനെ പോവുകയാണ്. മഹാന്മാരെ മുഫസ്സിരീങ്ങൾ പറയുന്നത്, അവസാനം ഒരു കുഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിലാണ് ആ പശു കിടക്കുന്നത്. പക്ഷെ കുട്ടിയുടെ പ്രത്യേകത വേറുണ്ട്. മഹാന്മാര് പറയുന്നത്, എന്താ കുട്ടികളുടെ പ്രത്യേകത? വൃദ്ധയായ മാതാപിതാക്കളുണ്ട്, വയസ്സായ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം നോക്കിയേ, ആ വൃദ്ധയായ അല്ലെങ്കിൽ വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കുന്ന മോനാണ്. ആ മോന്റെ കയ്യിലാണ് പശു കിടക്കുന്നത്. ആ സംഘം നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ കുട്ടിയുടെ കയ്യിലാണ് മഞ്ഞ നിറത്തിലുള്ള പശു കിടക്കുന്നത്. അവർ വീടിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോ ചെറിയ ചെറ്റക്കുടിന്റെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ കാണാൻ കണ്ട കാഴ്ച എന്താ? ഒന്നും കയ്യാതെ വൃദ്ധരായ രണ്ട് മാതാപിതാക്കളെയാണ് അതിൻ്റെ ഉള്ളിൽ അവർ കാണാനിട വരുന്നത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് നേരെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞത് വൃദ്ധയായ വയസ്സായ രണ്ട് മാതാപിതാക്കളെ ഈ പൊന്നുമോനെ പരിചരിക്കുന്ന രംഗം കണ്ടപ്പോ അവർ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, ആ മോനാണ് ആ പശുവിന്റെ പാല് കറന്ന് ഈ വൃദ്ധരായ മാതാപിതാക്കളെ പൊന്നു പോലെ നോക്കുന്നത്. രണ്ട് പാഠമാണ് അല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. രണ്ട് ഗുണപാഠമാണ് അള്ളാഹു ലോകർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്ന്, മാതാപിതാക്കളെ പരിചരിച്ചതിന്റെ പേരിൽ ആ പൊന്നുമോൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. മറ്റൊന്ന്, ചോദ്യങ്ങൾ അധികരിച്ചതിന്റെ പേരിൽ മറ്റു വിഭാഗത്തിന് അള്ളാഹു കൊടുത്ത പരീക്ഷണം. അവസാനം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്കിൽ അള്ളാഹു അവർ ഒഴിവാക്കിയത്. ഇങ്ങനെ മൂന്ന് തരത്തിലേക്കാണ് ഈ വിഷയം മാറി അറിയുന്നത്. ഏതായാലും ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടു. അവരിങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വിവരിച്ച എല്ലാ വിവരണങ്ങളും ഒത്തിണങ്ങിയ ഒരു പശു. അള്ളാഹു ഖുർആനിൽ അവരോട് പറഞ്ഞില്ല, ഇന്ന വസ്തു വേണം, നിലമൊയ്തു മരിക്കാത്ത, മുറിപ്പാടുകളില്ലാത്ത, നല്ല കറവയുള്ള മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് എന്ന് അവരോട് പറഞ്ഞപ്പോ അവരെ ചെന്ന് നോക്കിയപ്പോ അള്ളാഹു ഖുർആനിൽ വിവരിച്ച എല്ലാ വസ്തുക്കളും എല്ലാ വിവരണങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ പശുവിനെയാണ് അവർ കാണുന്നത്. ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. അവർ ചെന്ന് ചോദിച്ചു, മോനെ ഈ പശുവിനെ നിങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ മോൻ പറഞ്ഞു, ആ കുഞ്ഞവിടുന്ന് തിരിച്ചു കൊടുത്ത മറുപടി, എന്റെ വൃദ്ധയായ മാതാപിതാക്കളാണ്, എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും ഞാൻ നോക്കുന്നത്. ഈ പശുവിന്റെ പാൽ കറന്നിട്ട് ആ പാൽ വിട്ടിട്ടാണ് ഞാൻ എന്റെ ഉമ്മയും പരിചരിക്കുന്നത് എന്ന് ആ കുഞ്ഞ് മറുപടി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹിദ്മത്ത് നോക്കണേ, അള്ളാഹുവിന്റെ കുതിരത്ത് നോക്കണേ. ആ മാതാപിതാക്കളെ പരിചരിച്ചതിന്റെ പേരിൽ ആ കുട്ടിയെ അള്ളാഹു പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. എല്ലാ വിവരണങ്ങളും ഉള്ളതായ ആ കുഞ്ഞിനോട് അവർ പറയുന്നു, ആ വൃദ്ധയായ മാതാപിതാക്കളെ പരിചരിക്കുന്ന ഒരു വിഷയത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പ്രതിഫലമാണ്, സമ്മാനമാണത്. അള്ളാഹു വലിയൊരു സമ്മാനം, വലിയൊരു പ്രതിഫലമാണ് അവിടെ കൊടുക്കുന്ന ആ കുഞ്ഞിന്. അവർ പറയുകയാണ്, മോനെ ആ പശുവിനെ നിങ്ങൾക്ക് തരണം. അവസാനം ആ പശുവിന്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണം നൽകി. ആ പശുവിന്റെ തൂക്കത്തിനനുസരിച്ച് കൊണ്ട് ആ കുഞ്ഞിന്
അവർ സ്വർണം ദാനമായി അവർ സ്വർണം നൽകുകയാണ്. ആ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കളെ കാരുണ്യത്തോടുകൂടി നോക്കിയതിന് അള്ളാഹു കുഞ്ഞിന് വലിയ പ്രതിഫലം കൊടുത്തു. പ്രായമുള്ള ബാപ്പയും ഉമ്മയും അവർ പരിചരിച്ചതിന്റെ പേരിൽ, ആ പൊന്നുമോനെ പരിചരിച്ചതിന്റെ പേരിൽ സ്വർണത്തോളം പശുവിനോളം തൂക്കം വരുന്ന സ്വർണം ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് അള്ളാഹു മറിച്ചു കൊടുക്കുന്നു. ഒരു ആയുസ് മുഴുവനും ജീവിക്കാനുള്ള വലിയ സമ്പാദ്യത്തിന്റെ കൂമ്പാരം ആ പൊന്നുമോന്റെ കയ്യിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കുന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്നു. ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു. എന്തേ കാരണം? രണ്ട് വിഷയമല്ലേ അള്ളാഹു പഠിപ്പിച്ചത്. ഒന്ന്, മാതാപിതാക്കൾ പരിചരിച്ചതിന്റെ പേരിൽ ആ പൊന്നുമോൻ അള്ളാഹു അർഹമായ പ്രതിഫലമാണ് കൈതറയെ വാരിക്കോരി കൊടുത്തത്. മറ്റൊന്ന്, നേരെ ഇപ്പുറം അവർ അധികരിച്ച ചോദ്യത്തിന് ശിക്ഷയായിട്ടാണ് എല്ലാം അള്ളാഹു അവർക്ക് കൊടുത്തത്. ചോദ്യം അധികരിച്ചപ്പോ അതിനുള്ള ശിക്ഷയായിക്കൊണ്ട് ഇവർക്ക് മറുപടി കൊടുത്തു അള്ളാഹു. രണ്ടും രണ്ട് തരത്തിലാണ്. ഒന്ന് മാതാപിതാക്കളെ പരിചരിച്ചതിന്റെ പേരിൽ, മറ്റൊന്ന് ചോദ്യം അധികരിച്ചതിന്റെ പേരിൽ അവർ ശിക്ഷയുമായിട്ടാണ് അള്ളാഹു അങ്ങനെ കൊടുത്തത്, സംവിധാനിച്ചത്. അവസാനം അത് നിർത്തലാക്കിയത് എവിടെയാണ്? അതാണ് നമ്മുടെ വിഷയം. ഏത് വിഷയം പറയുമ്പോഴും ചെയ്യുമ്പോഴും പാടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവന് വാക്ക് കൊടുക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും പറയണേ നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ പറയണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, അല്ലാഹു തആല അവരെ പരീക്ഷ നിർത്തിവെക്കാൻ കാരണം അവസാനം പറഞ്ഞ വാക്കില്ലേ, വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അവർ മറുപടി പറഞ്ഞു. നമ്മളെ പ്രയത്നം കൊണ്ടല്ല പറഞ്ഞത്, നമ്മൾ കണ്ടെത്താം, നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മൾ കണ്ടെത്താം എന്നല്ല അവർ പറഞ്ഞത്. മറിച്ച് വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടെത്തുമെന്നാണ് അവർ പറഞ്ഞത്, മറുപടി പറഞ്ഞത്. ആ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിച്ചതിന്റെ പേരിൽ മാത്രമാണ് അല്ലാഹു അവർക്ക് അതിനെ കണ്ടെത്താൻ സഹായിച്ചത്. അവരെ പരീക്ഷണം ഒഴിവാക്കാൻ കാരണമായിരുന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ആണയിട്ടുകൊണ്ട് പറയാൻ കാരണം, ഏത് വിഷയം പറയുമ്പോഴും ഇനി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇസ്ലാമികമായ അഭിവാദനങ്ങളായാലും ഇസ്ലാമികമായ എന്ത് കാര്യമായാലും ഒരു സലാം പറയുന്ന വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? അത് നിർബന്ധമായി പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് പറയാതെ പറഞ്ഞു കഴിഞ്ഞാലോ, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചരിത്രം പറയാൻ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 ദിവസത്തോളം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാതെ വഹി വരാതെ പിന്നോക്കം പോയത് ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയതിന്റെ പേരിലാണ്. അതുപോലെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയതും ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചതിന്റെ പേരിലാണ്. രണ്ടിലും വലിയ ഗുണപാഠങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഗുണപാഠം, മാതാപിതാക്കളെ, പ്രായമുള്ള മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കും തള്ളി അയക്കുന്നവർക്ക് വലിയൊരു പാഠമാണെന്ന് കൊടുത്തത്. വൃദ്ധസദനങ്ങളിലേക്ക് നോക്കാൻ മനസ്സില്ലാതെ തള്ളി പറയുന്നവർക്ക് അല്ലാഹു വലിയ അദാബായിരിക്കും അവർക്ക് നൽകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നേരെ മറിച്ച് ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മളവർ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ കണക്കില്ലാത്ത അളവറ്റതായ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക എന്ന വലിയൊരു പാഠമാണ്, ഗുണപാഠമാണ് അള്ളാഹു ഈ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടും രണ്ട് കാര്യങ്ങൾ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും എന്തോ പറയുകയും വരുമ്പോഴും പോകും സലാം, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വെട്ടിക്കൂടലാവട്ടെ, കല്യാണമാവട്ടെ, ഹജ്ജിന് പോകുന്നതാവട്ടെ, ഉംറക്ക് പോയി വരുന്നതാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, ഇവിടുന്ന് നേരെ കണ്ണൂരിൽ പോയി വരുന്നതിന് ശരി, ഇനി എത്ര അടുത്താലും ശരി ദൂരത്താലും ശരി, എന്ത് വിഷയം വരുമ്പോഴും കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ പറയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ജീവിതം തന്നെ അതുകൊണ്ടാണ് ഇവിടെ ഉദാഹരിക്കാൻ കാരണം.
ആ പൊന്നാര ഹബീബിന്റെ ജീവിത ചരിത്രം തന്നെ ഒരു അധ്യായമായി അള്ളാഹു നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചത് അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ അറിയാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. അള്ളാഹു അവന്റെ പരിപൂർണമായ എല്ലാ സംഹിതകളെയും സംവിധാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ